गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 മാർച്ച് 23 മുതൽ 29 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മീനം 9 മുതൽ 15 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ശനിയും ബുധനും ശുക്രനും രവിയും വ്യയസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസൗഖ്യമുണ്ടാകും. ധനപരമായി മോശമായിരിക്കുകയില്ല. കാര്യവിജയവും സന്തോഷവും ഉണ്ടാകും. ശത്രുഭയവും രോഗവർദ്ധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടതായി വരും. ലോൺ എടുത്ത് ആഡംബര വസ്തുക്കൾ നേടാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധത്തിലകപ്പെടാനോ വിവാഹിതനാകാനോ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സർപ്പദൈവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ശനിയും ലാഭസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബുദ്ധിക്ക് ഉണർച്ച കുറയും. പുതിയ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ധനപരമായി അനുകൂലമായ കാലമല്ല. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ വർദ്ധിക്കും. സുഖഭോജനവും മനസ്സന്തോഷവും ഉണ്ടാകും. ഭാര്യാഗുണവും സന്താനഗുണവും പ്രതീക്ഷിക്കാം. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആയുധം, വാഹനം, അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, ഉണർത്തം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ചൊവ്വയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ശനിയും കർമ്മസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, രവി എന്നിവരും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അസ്വസ്ഥതകളും മനോദുഃഖവും വർദ്ധിക്കും. പിതൃതുല്യരായവർക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. കലഹവും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുശല്യം കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാം. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്കായി പണം വ്യയം ചെയ്യേണ്ടി വരും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉണർത്തം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ ശനിയും ഭാഗ്യസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, രവി എന്നിവരും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗദുരിതങ്ങളും ബന്ധുക്കളുമായി കലഹവും അനുഭവിക്കേണ്ടി വരും. കാര്യവിഘ്നം, സന്താന ദുരിതം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സൗഖ്യത്തിനും ധനലാഭത്തിനും സാധ്യത കാണുന്നു. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ശനിയും ബുധൻ, ശുക്രൻ, രവി എന്നിവർ അഷ്ടമത്തിലും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അലച്ചിലും ദൂരയാത്രയും വേണ്ടിവരും. ധനലാഭം ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. ഭയം പലതരത്തിലും വർദ്ധിക്കും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾക്ക് സാധ്യത കാണുന്നു. കർമ്മതടസ്സം ഉണ്ടാകും. ഭൂമി, വാഹനം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശനിയും ബുധൻ, ശുക്രൻ, രവി എന്നിവർ കളത്രസ്ഥാനത്തും വ്യാഴം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യം കുറയും. ഭാര്യാദുഃഖവും സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. സ്വജനവിരോധവും സുഖവിരഹവും ഉണ്ടാകും. വയറിന് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഞ്ചാരക്ലേശം കാണുന്നു. ദൈവാധീനത്താൽ ആപത്തുകൾ ഒഴിഞ്ഞു പോകും. കർമ്മതടസ്സത്തിനും ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, മഹാലക്ഷ്മി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ശനിയും, ശത്രുസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും, അഷ്ടമത്തിൽ വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസികമായ വ്യഥകൾ ഉണ്ടാകും. മക്കളെ ഓർത്ത് വിഷമിക്കേണ്ടതായ അവസരങ്ങൾ വന്നുചേരും. കാര്യവിജയവും ശത്രുക്കളുമായി രമ്യതയും ഉണ്ടാകും. രോഗാരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായി മെച്ചമായിരിക്കും. അഷ്ടമ വ്യാഴത്തിൻ്റെ കഷ്ടതകൾ തുടരും. ധാതുക്ഷയം മൂലം ശരീരത്തിന് ബലക്കുറവ് ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ശനിയും, പുത്രസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും, കളത്രസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനി ഉണ്ടാകും. വിവേകശൂന്യമായ പെരുമാറ്റത്തിന് സാധ്യതയുണ്ട്. ജപധ്യാനാദികൾക്ക് മുടക്കം കാണുന്നു. ബന്ധുഗുണം ഉണ്ടാകും. ധനസ്ഥിതി മെച്ചപ്പെടും. മനസ്വസ്ഥത കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. കാര്യതടസ്സവും വ്രണാദി രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ശനിയും, സുഖസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, രവി എന്നിവരും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, സപ്തമത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. ധനലാഭവും ബന്ധുസമാഗമവും ഉണ്ടാകും. വാഹന ശയന സുഖവും ബന്ധുക്കൾക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും. കഫസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. നയനരോഗങ്ങൾ ഉണ്ടായേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ശനിയും, സഹോദരസ്ഥാനത്ത് ബുധനും ശുക്രനും രവിയും, പുത്രസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങും. സഹോദരങ്ങളുമായി ശത്രുതയ്ക്ക് സാധ്യത. സ്ഥാനപ്രാപ്തിയും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. അധികാരികളുടെ ആനുകൂല്യവും സന്താന സൗഭാഗ്യവും ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ഏകദേശം എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശനിയും, ധനസ്ഥാനത്ത് രവിയും ബുധനും ശുക്രനും, സുഖസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായി ബുദ്ധിമുട്ടുകൾ നേരിടാം. വിദ്യാഗുണം പ്രതീക്ഷിക്കാം. പലവിധ സുഖാനുഭവങ്ങളും ഉണ്ടാകും. ബന്ധുഗുണം കുറയും. മനോദുഃഖങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ ശനിയും, ജന്മത്തിൽ ബുധനും ശുക്രനും രവിയും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, സുഖസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വരവിനേക്കാൾ ചിലവ് അധികരിക്കും. വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക. ശരീരപീഡ വർദ്ധിക്കും. കോപം നിയന്ത്രിക്കണം. മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും കാണുന്നു. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്. ദുർജന സംസർഗവും വയറിന് അസുഖവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക.